പ്രൗഡ് അക്കൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻട്രാഡേ ട്രേഡിംഗിൽ വരുന്ന ചാർജസ് എന്തൊക്കെയാണ്. അതായത് നമ്മളിപ്പോൾ ഡെയിലി ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നവരായിരിക്കാം ഓൾറെഡി. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ചാർജാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോഫിറ്റ് വന്നാൽ അതിൽ ഫുൾ എമൗണ്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കയറില്ല. അപ്പോൾ എങ്ങനെയാണ് ചാർജസ് വരുന്നത് അതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർ ആദ്യം തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഫുൾ പ്രോഫിറ്റിൽ ഈ ഒരു എമൗണ്ട് കുറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം വരുന്നത് ബ്രോക്കറേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിപ്പോൾ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ ആയിട്ടുള്ള ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു സെറോദി, അപ്സ്റ്റോക്സ്, ഗ്രോ അങ്ങനെ പറയുന്ന ആപ്പുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ വാല്യൂ, അതായത് നിങ്ങളുടെ ക്വാണ്ടിറ്റി ഇൻറ്റു നിങ്ങളുടെ പ്രൈസ് എത്രയാണോ ആ ഒരു എമൗണ്ട്, ടോട്ടൽ എമൗണ്ടിൻ്റെ 0.5% ഓർ 20 വിച്ച് ഇസ് ലെസ്, അതാണ് നമ്മുടെ ബ്രോക്കറേജ് വാല്യൂ വരിക. നമ്മളൊരു ബാങ്ക് ബ്രോക്കേഴ്സിനെയോ അല്ലെങ്കിൽ ഫുൾ ടൈം ബ്രോക്കേഴ്സിനെയോ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. നമുക്ക് തന്നെ ചെയ്യുമ്പോൾ, നമ്മൾ തന്നെ ആ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആപ്പിൽ ചെയ്യുമ്പോൾ ഇത് ബ്രോക്കറേജ് വളരെ കുറവായതുകൊണ്ട് ഇത്തിരി ബെനിഫിഷ്യൽ നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ്. പിന്നെ വരുന്നതാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സെക്യൂരിറ്റി മേടിക്കും വിൽക്കുമ്പോൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, അതിന് നമ്മൾ ഗവൺമെൻറ്റിക്ക് കൊടുക്കുന്ന ടാക്സ് ആണ് ഈ ഒരു STT എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 0.25%, അതായത് സെല്ല് ചെയ്യുമ്പോൾ ഉള്ള എമൗണ്ടിൻ്റെ 0.25% ആണ് ഈ ഒരു സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് വരുന്നത്. പിന്നെ വരുന്നതാണ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ്. അതായത് നമുക്കറിയാം, നമ്മൾ NSEയിലോ അല്ലെങ്കിൽ BSEയിലോ ആയിരിക്കും ഷെയർസ് മേടിക്കുന്നതും വിൽക്കുന്നതും. അവിടെ ആ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതിന് നമ്മൾ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്നതിന് നമുക്ക് ഒരു ചാർജ് കൊടുക്കണം. അത് എന്ന് പറയുന്നത് NSEയിലാണെങ്കിൽ 0.00325%, BSEയിലാണെങ്കിൽ 0.003% ആണ്. അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ മേടിക്കുന്ന ക്വാണ്ടിറ്റി, ആ ഒരു വിലയുടെ എമൗണ്ട് മേടിക്കുമ്പോഴും വിൽക്കുമ്പോഴും വരുന്ന ആ ടോട്ടൽ വാല്യൂവിൻ്റെ അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുക. അതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് ഈ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് വരുന്നത്. പിന്നെ വരുന്നത് GST. നമുക്കറിയാം, നമ്മൾ എന്തൊരു സർവീസിനായാലും നമ്മൾ GST കൊടുക്കണം. അപ്പോൾ GST എന്ന് പറയുന്നത് STT, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, അത് ഓൾറെഡി ടാക്സ് ആയതുകൊണ്ട് അതും ഉണ്ടാവില്ല. ബ്രോക്കറേജിനും ഈ ഒരു എക്സ്ചേഞ്ച് ടേൺ ഓവർ ചാർജുമെയാണ് നമുക്ക്, അതായത് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജുമെയാണ് നമുക്ക് GST കൊടുക്കേണ്ടി വരിക. അതായത് ആ ഒരു രണ്ട് ചാർജിൻ്റെയും 18% ആണ് നമ്മൾ GST ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇതും ഈ പറയുന്ന പോലെ നമ്മൾ ആ ഒരു പ്രോഫിറ്റ് തന്നെയാണ് പിടിക്കുക. അതേപോലെ തന്നെ പിന്നെ സെബി ടേൺ ഓവർ ചാർജ്. നമുക്കറിയാം, സെബി എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റെഗുലേറ്ററി ബോഡിയാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് അങ്ങനെ അവർക്കും നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ വാല്യൂമേ, നമ്മുടെ ട്രാൻസാക്ഷൻ വാല്യൂമേ ഒരു ചാർജ് കൊടുക്കുന്നുണ്ട്. അതായത് 0.001% ആണ് ഈ ഒരു ട്രാൻസാക്ഷൻ വാല്യൂമേ ഈ ഒരു ചാർജ് വരുന്നത്. പിന്നെ വരുന്നതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി. കാരണം നമ്മളിപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായാലും, അതായത് ഇൻട്രാഡേ ആയാലും ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം ഒരു അസറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു അസറ്റുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അസറ്റ് മേടിക്കും വിൽക്കുമ്പോൾ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി അടിക്കണം. അത് കേരളത്തിലാണ് 0.002% ആണ് വരുന്നത്. അതും ഈ ഒരു ട്രാൻസാക്ഷൻ വാല്യൂമാണ്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രോക്കറേജ് വെച്ച് ബാക്കി വരുന്ന ചാർജസ് എല്ലാം ഈ ഒരു ട്രാൻസാക്ഷൻ വാല്യൂൻ്റെ പെർസെൻറ്റേജ് ആണ് വരുന്നത്. ബ്രോക്കറേജ് മേ ബി നിങ്ങൾക്ക് ഒരു 20, അതായത് മേടിക്കുമ്പോൾ വിൽക്കുമ്പോഴും 20 അങ്ങനെയാണ് വരിക. അപ്പോൾ ഒരു 40-41 അടുത്താണ് നിങ്ങളുടെ ബ്രോക്കറേജ് മാത്രമേ. പിന്നെ ഈ വരുന്ന അതായത് STT, അതുപോലെ തന്നെ സെബി ടേൺ ഓവർ ചാർജ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, അതുപോലെ ട്രാൻസാക്ഷൻ ചാർജ്, ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജുകളായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇൻട്രാഡേ ട്രേഡിങ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ചാർജുകൾ. അപ്പോൾ ഇനി നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ചാർജ് എങ്ങനെയാണ് വരുന്നത്, അത് ഓവറായിട്ട് വരുന്നുണ്ട്. കാരണം ഒരുപാട് ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് നമ്മൾ ചാർജസ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ചാനൽ എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻസ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനെ പറ്റിയാണ് കൂടുതൽ പറയാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാർജിനെ പറ്റി അറിയാം, അതുപോലെ ഇൻട്രാഡേനെ പറ്റി അറിയാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.